ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ മുംബൈയിലെ ഞങ്ങളുടെ അടുത്തുള്ള മലാഡ് ഫിഷ് മാർക്കറ്റാണ്. അപ്പോൾ അവിടെ 2 ടൈമിങ്ങിലും ഉണ്ട് മാർക്കറ്റ്. രാവിലെ ഒരു 7 തൊട്ട് ഒരു 2 മണി 2:30 വരെ കാണും. അത് കഴിഞ്ഞൊരു 3:30 4 മണി തൊട്ട് 6 മണി വരെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ പോവുകയാണെങ്കിൽ നല്ല ഫ്രഷ് മീൻ കിട്ടും. ഇതെന്ന് പറയുന്നത് ദസറ തീരുന്നതിൻ്റെ 2 ദിവസത്തിന് മുമ്പിട്ട് ഞങ്ങൾ പോയതാണ്. ദസറയുടെ ആ സമയത്ത് പോയതുകൊണ്ട് ഇതിനേക്കാൾ ഞങ്ങൾക്ക് ശരിക്കും മീൻ കിട്ടിയായിരുന്നു. ഇന്ന് ദസറയുടെ 2 ദിവസം തീരുന്നതിൻ്റെ 2 ദിവസം മുമ്പിട്ട് പോയ ഉടനെ ഇച്ചിരി കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ഇച്ചിരി വിലയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ചെന്നുകൊണ്ടേ വറ്റക്കുഞ്ഞുങ്ങൾ 17 വറ്റക്കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങൾക്ക് 150 രൂപയ്ക്ക് കിട്ടി. ഇപ്രാവശ്യം ചെന്നുകൊണ്ടേ അത് 600 രൂപയാണ് പറഞ്ഞത്. അതുപോലെ ആവോലി മീനാണേലും വലിയ 3 ആവോലി 700 രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടി. ഇപ്രാവശ്യമാണെങ്കിൽ അതിനേക്കാൾ ഡബിളാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് ചൂരമീൻ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ചൂരയും ഇത് കത്തിപ്പാറയെന്ന് പറയും ഞങ്ങളുടെ അവിടെയൊക്കെ. ഇത് നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കാനും വറക്കാനും അതിനൊക്കെ നല്ല റേറ്റായിരുന്നു അന്ന് നമ്മൾ പോയെണ്ണ. കാരണം ഈ ദസറ സമയത്ത് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ആൾക്കാരൊന്നും നോൺ വെജ് കഴിക്കാറില്ല. അവിടെ ഫാസ്റ്റിംഗ് ആണ്. അപ്പം ഫാസ്റ്റിംഗ് എടുക്കാത്ത നമ്മളെപ്പോലെ കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ആ സമയത്ത് ഇഷ്ടം പോലെ മീൻ വാങ്ങിച്ച് കഴിക്കാവുന്ന സമയമാണ് ഈ ദസറ സമയമൊക്കെ. കാരണം ഇവരൊന്നും കഴിക്കത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ ദസറ തീരുന്നതിന് 2 ദിവസം മുമ്പിട്ട് പോയത് എന്നാൽ മീൻ കാണുമെന്നും പറഞ്ഞു. പക്ഷേ അന്ന് ഇച്ചിരി റേറ്റായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ചൂരയ്ക്കൊന്നും നമുക്ക് ഇത്തിരി ലാഭത്തിൽ കിട്ടി. ചൂരയും അയലയും അതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. ആവോലിക്ക് ചോദിച്ചിട്ട് ഭയങ്കര വിലയായിരുന്നു. 6 എണ്ണം 1800 2000 അങ്ങാണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അയലയാണേലും ഞങ്ങൾ അയലക്കുഞ്ഞ് വാങ്ങിച്ച് നല്ല ഫ്രഷ് അയലയായിരുന്നു. നല്ല ഒരു സൈസ് നമ്മളുടെ നാട്ടിലത്തെ മീനിൻ്റെ കൂട്ട്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു. 2 ചൂര ഞങ്ങൾ വാങ്ങിച്ച് ദാണ്ട ഇതുപോലുള്ള 2 ചൂര 500 പറഞ്ഞു. ഇത് നമുക്ക് 300 രൂപയ്ക്ക് കിട്ടി. ഈ ചൂരയൊന്നും ഇവിടെ ഉള്ളവരൊന്നും അധികം കഴിക്കാറില്ല. നമ്മൾ കേരളീയരാണ് കൂടുതലും ചൂര കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വാലൊന്ന് കട്ട് ചെയ്തിട്ട് ഫ്രീസറിലോട്ട് വയ്ക്കാമെന്ന് വെച്ച് ഞാൻ അവരെയും കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാനും പോയി. കാരണം അവർ തൊലിയൊന്നും എടുത്ത് കളയത്തില്ല. നമ്മൾ ചെയ്യുന്നത് പോലെ അവർ ചെയ്യത്തില്ല. അവർ മുറിച്ചിങ്ങി തരും. അതുകൊണ്ട് ഞാൻ അതോടുകൂടി ഇങ്ങ് കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് ഇത്തിരി നൈസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് കട്ട് ചെയ്യാമല്ലേ. ഇത് കേരയല്ല. കേരയെന്ന് പറയുന്നത് വെളുത്തിരിക്കും. ഇത് ചിലത് ഒത്തിരി ബ്ലാക്ക് കാണത്തില്ല, ഇച്ചിരി വെള്ളയൊക്കെ കാണും. അപ്പോൾ അയലക്കുഞ്ഞുങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 25 എണ്ണം 250 രൂപയായിരുന്നു. ഇന്ന് 350 പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാണ്ടിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് 300-ന് തന്നു. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ടേ.